കൂടുതൽ മൂർച്ച കൂട്ടിയാൽ കത്തിയുടെ വായ്ത്തല ഇല്ലാതാവുകയേ ഉള്ളൂ. ഇങ്ങനൊരു വചനം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. എന്തിനോടെങ്കിലും ആരോടെങ്കിലും ഒക്കെ ചേർന്ന് നിന്നാലേ നമുക്ക് ജീവിക്കാനാകൂ എന്നുള്ള ഒരു ഘട്ടമാണ്. പക്ഷേ ചില സമയത്ത് ആ ചേർന്ന് നിൽക്കുന്നത് കൂടിപ്പോകുന്നിടത്ത് വിധേയത്വം, അധികാരം, മേൽക്കോയ്മ നേടും. ജീവിതം പിന്നെന്തായിത്തീരും? നരക തുല്യമായിത്തീരും. വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയാണിത്. മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ. എല്ലാ ബന്ധങ്ങളിലും അനുഭവിക്കേണ്ടി വരുന്നത് ഇതൊക്കെ തന്നെയാണ്. സ്നേഹവും സ്വാതന്ത്ര്യവും തേടി തുടങ്ങുന്ന ബന്ധങ്ങളെല്ലാം ഒരു സമയം കഴിഞ്ഞാൽ വിദ്വേഷത്തിൻ്റെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും ഇരുളിലേക്ക് കൂപ്പുകുത്തി വീഴും. ഇത് വളരെയധികം സങ്കടകരമല്ലേ? ഇനി പ്രണയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രണയം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് കുറച്ച് നാൾ കഴിയുന്നതോടെ പ്രണയബന്ധത്തിൽ നിന്നും ഊർന്നു പോകുന്ന സൗഹൃദത്തെക്കുറിച്ചാണ്. നമ്മൾ പ്രണയിക്കുന്ന സമയത്തും സൗഹൃദം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കും. അല്ല, പ്രണയിക്കുന്ന സ്ഥലത്ത് സൗഹൃദമില്ലാതെ ആകുന്നതോടെ എല്ലാ ബന്ധത്തിനും ജീർണത തുടങ്ങും. സ്വാർത്ഥതയുടെ കെട്ട് അയഞ്ഞ് കിടക്കേണ്ടതിന് പകരം മുറുകിപ്പോകും. എല്ലായിടത്തും സ്വാർത്ഥതയായിരിക്കും. പിന്നെ ഏത് ബന്ധത്തിൻ്റെയും ഊഷ്മളത മുറിയാതെ നിലനിൽക്കാൻ എന്ത് വേണം? സ്വാർത്ഥത ഇല്ലാതെ ആയിരിക്കണം, നിസ്വാർത്ഥമായിരിക്കണം. അതാണ് യാഥാർത്ഥ്യം. പക്ഷെ സ്വാർത്ഥത എല്ലാ ബന്ധത്തിലും ഉണ്ടാവും. ചെറിയ ചെറിയ സ്വാർത്ഥതകളൊക്കെയാണ്. അല്ലാതെ വലിയ വലിയ സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളെ വലിഞ്ഞു മുറുകി ശ്വാസം മുട്ടിച്ച്, അല്ലേ? ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ അടുത്തത് മരണമായിരിക്കും. അപ്പം എന്താ ഉണ്ടാവുക? ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ബന്ധം നശിക്കും, ഇല്ലാതെയാവും, അല്ലേ? ഇത് നമ്മൾ രണ്ട് സ്നേഹിക്കുന്ന ആൾക്കാർ ആ സ്നേഹത്തിന് ഒരു സ്പർശനത്തിൽ കൂടിയാണെന്നുണ്ടെങ്കിൽ, രണ്ട് കമിതാക്കൾ സ്നേഹിക്കുന്നവർ, കമിതാക്കളെന്നോ സ്നേഹിക്കുന്നവരോ, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന കാമുകൻ്റെയോ കാമുകിയുടെയോ കയ്യൊക്കെ എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് തലോടും. ഇങ്ങനെ ഭയങ്കരമായിട്ട് തലോടും. അപ്പം ആ തലോടൽ ഭയങ്കര മുറുക്കത്തോട് കൂടിയിട്ടോ അല്ലാതെ ഒരു ഭയങ്കര അയഞ്ഞതോട് കൂടിയിട്ടോ അപ്പോഴും നമുക്ക് ആ ഒരു ഹൃദ്യത അനുഭവിക്കാൻ പറ്റില്ല. അപ്പം അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? നല്ല സ്നേഹത്തോടു കൂടെ, അധികം മുറുക്കാതെ, അധികം അയച്ചു വിടാതെ, നല്ല സ്നേഹത്തോടു കൂടിയിട്ട് നമ്മൾ ആ തലോടൽ പോലും മനോഹരമാക്കിയിരിക്കണം. അതുപോലെ ആയിരിക്കണം നമ്മുടെ ബന്ധത്തിലെ നിസ്വാർത്ഥത. അത് തഴുകി ഒഴുകുന്ന ഒരു അരുവി പോലെയാകണം. അല്ലാതെ ഒരു കുതിച്ചൊഴുകുന്ന പ്രവാഹം, കുതിച്ചൊഴുകുന്ന പുഴ പോലെ ആയിരിക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബന്ധവും, സുഹൃത്ത് ബന്ധവും പ്രണയങ്ങളും ഒരിക്കലും ഒരാൾക്കും ബാധ്യതയാവില്ല. തന്നെയുമല്ല, നല്ല സൗഹൃദങ്ങളിലും നല്ല പ്രണയങ്ങളിലും നല്ല ജീവിതമായി കാണാൻ പറ്റും നമുക്ക്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കലയ്ക്ക് എന്തു പറ്റിയെന്ന് തോന്നുന്നുണ്ടാവും. ഒന്നുമില്ല, എവിടെ നിന്നൊക്കെയോ കണ്ടു, കേട്ടു, വായിച്ചു, അതൊന്നും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവർക്കും എപ്പോഴും എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി.